ശരീരത്തിന് ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോസഫ് എഡിസന്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മനസ്സിന്റെ ശാന്തതയെ എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായനോത്സവം 2024 സ്പോൺസേർഡ് ബൈ എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായും ഓർഗനൈസേഷനുകളുമായും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽസ്, കൗൺസിലിംഗ്, സൈക്കോളജി, ലൈഫ് കോച്ചിങ് തുടങ്ങിയ ലോങ് ടേം, ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. ഇന്നത്തെ പ്രോഗ്രാം നിയന്ത്രിക്കാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ജനറൽ കൺവീനർ ആയിട്ടുള്ള സതീഷ് സർ ആണ്. സതീഷ് സർ പുത്തൂർ VHSCയിലെ അധ്യാപകനും ജില്ലാ കോർഡിനേറ്റർ, NSSന്റെ ജില്ലാ കോർഡിനേറ്ററുമായ അദ്ദേഹം തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു ഗായകനും സർവോപരി നല്ലൊരു ട്രെയിനറും കൂടിയായ സതീഷ് സാറിനെ ഇന്നത്തെ പ്രോഗ്രാം നിയന്ത്രിക്കാനായിട്ട് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സതീഷ് സാർ, ഓവർ ടു യു. താങ്ക് യു സോ മച്ച് സിനേഷ് സാർ. വളരെയധികം സന്തോഷം. നമ്മുടെ വായനോത്സവത്തിന്റെ 5ാം ദിനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വായനയുടെ ഒരു വസന്തോത്സവം നമുക്ക് മുന്നിൽ ഇനിയും അങ്ങോട്ട് 20ഓളം ദിവസങ്ങളിലേക്ക് ചിറകുകൾ ഉയർന്ന് പറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 5ാം ദിനത്തിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ ചാപ്റ്ററിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി കാർത്തിക മുരളി മാഡമാണ്. മാഡം തൃശൂർ എങ്കക്കാട് സ്വദേശിനിയാണ്, വടക്കാഞ്ചേരി തൃശ്ശൂര്. മാഡത്തിന്റെ ക്വാളിഫിക്കേഷൻ MA സോഷ്യോളജി, MSc അപ്ലൈഡ് സൈക്കോളജി. അപ്പോ സൈക്കോളജി രംഗത്ത് കൗൺസിലറായിട്ടും ട്രെയിനറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നു. അതിലുപരിയായിട്ട് കേരള സർക്കാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഗുരുവായൂർ നഗരസഭയിലാണ് മാഡം വർക്ക് ചെയ്യുന്നത്. മാഡത്തിന്റെ ഹസ്ബൻഡ് മുരളി സാറ് തൃശ്ശൂർ SNA വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ്, 2 പെൺകുട്ടികൾ. മൂത്ത മകള് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജില് തൽക്കാലം ഇപ്പോ അസിസ്റ്റന്റ് ലെക്ചറായിട്ട്, ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കാനഡയിലേക്ക് പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ കല്യാണ തിരക്കിലൊക്കെ നിന്നിട്ടാണ് മാഡം നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ എടുക്കുന്നത്. അപ്പോ വളരെയധികം സന്തോഷം. ഇളയ മകള് വ്യാസ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇന്ന് മാഡം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി, റോബിൻ ശർമ്മയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തേടിയുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ഒരു സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നമ്മളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ആശയങ്ങളും ഐഡിയാസുമായിട്ടാണ് മാം ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അപ്പോ മാമിന്റെ ആ ഒരു സ്വപ്നത്തിന്റെ യാത്രയിലോടൊപ്പം നമുക്കും പങ്കുചേരാം. അപ്പൊ ആ ഒരു യാത്രയ്ക്കായിട്ട് കാർത്തിക മാമിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. കാർത്തിക മാം, വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ബുക്ക്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്ന റോബിൻ S. ശർമ്മയുടെ ബുക്കാണ്. അത് നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിജയം സുനിശ്ചിതം എന്നുള്ള പേരിൽ ജെനി ആൻഡ്രൂസ് എഴുതിയിട്ട് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബുക്ക് തന്നെ എടുത്തതെന്ന് ചോദിച്ചാൽ, അത് ആക്ച്വലി അതൊരു ഫേബിൾ ആണ്, പക്ഷെ നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. ഒന്നാമതായിട്ട് ഞാൻ അത് തിരഞ്ഞെടുക്കാൻ കാരണം അത് ഒരു സ്റ്റോറി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റോറിയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഒരാൾക്ക് സംഭവിച്ച ഒരു കഥയാണ്. അത് നമുക്കും ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ബുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം. പിന്നെ ആ ബുക്കില് റോബിൻ S. ശർമ്മ, ഹീസ് എ കനേഡിയൻ റൈറ്റർ, അദ്ദേഹം ആൻസിസ്റ്റർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭാരതത്തെ വളരെയധികം ഉയർത്തി നമ്മുടെ തത്വങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് ആ ബുക്കിനോട് അത്രയും അധികം പ്രിയമായി തോന്നിയത്. പോരാത്തതിന് ഞാൻ ഇപ്പോഴും ഒരു പുസ്തകം കിട്ടി വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും സെൽഫ് ഹെൽപ്പ് ബുക്കുകളാണെങ്കിൽ എല്ലാറ്റിലും അടിവരയിടും. ശരിക്കും എൻ്റെ ഈ ബുക്കിൽ നിറയെ അടിവരകളാണ്. കാരണം അത്രത്തോളം നമ്മളെ വളരാനുള്ള വഴികൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്നുള്ള പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത്. ഈ ഓഥർ ആകട്ടെ, ഇപ്പോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കനേഡിയൻ റൈറ്റർ ആണ്.
അദ്ദേഹം ഈ ലീഡർഷിപ്പിന്റെ ശർമാസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അതിന്റെ CEO ആണ്. അതേപോലെ തന്നെ നാസ, IBM അവരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറാണ്. പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഹു വിൽ ക്രൈ വെൻ യു ഡൈ, അതുപോലെ 5 AM, അത് അങ്ങനെയുള്ള കുറെ ബുക്സ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറാണ്. പൗലോ കൊയ്ലോ വരെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് എൻകറേജ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എനിവേ നമുക്ക് ബുക്കിലേക്ക് വരാം. ഒരു സ്വന്തം മകനെ എല്ലാം നല്ലതിനെ ഓർമ്മിപ്പിക്കുന്ന സ്വന്തം മകനായ പോൾബിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. 13 ചാപ്റ്ററുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. എനിക്ക് റേഞ്ച് ഇഷ്യൂ വന്നാൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്യും, ക്ഷമിക്കണേ, വിത്ത് യുവർ പെർമിഷൻ. അപ്പോ ഇവിടെ നമുക്ക് ഇതിൽ 13 ചാപ്റ്ററുകളായിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ ഒരു കോടതി മുറിയാണ് രംഗം. ഈ കോടതി മുറിയിലെ ജൂലിയൻ, 2 വക്കീലന്മാരുടെ കഥയാണ് പറയുന്നത്. നമ്മളോട് കഥ പറഞ്ഞു തരുന്ന ആളാണ് ജോൺ. ജോണും ജൂലിയനും, ജോണിന്റെ സീനിയർ ആണ് ജൂലിയൻ മാൻറ്റി. അങ്ങനെയുള്ള അവരുടെ കഥയാണ് തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കോടതി മുറിയാണ്. ആ കോടതി മുറിയിൽ വളരെ നിശബ്ദമായിരിക്കുന്ന ആ സാഹചര്യത്തില് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയാണ്. സാധാരണ കുഴഞ്ഞു വീണ് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിനെ എടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും മറ്റുള്ള പെട്ടെന്ന് നമ്മൾ നടപടിയെടുക്കും. പക്ഷെ ഇതാ പോലും സാധിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഭയങ്കര പരിഭ്രാന്തരായി, ആകെ എന്താ പറയാ, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ്. അങ്ങനെ അവര് അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUലാക്കി. വളരെ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു. നമ്മുടെ ജോൺ അദ്ദേഹത്തിനെ കാണാൻ പലതവണ ചെന്നിട്ടും അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാല് ആള് സമ്മതിക്കുന്നില്ല, ആരും കാണാൻ കൂട്ടാക്കിയില്ല. എനിക്ക് ഈ വക്കീലന്മാരെ ആരും കാണണ്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും കാണണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്നു. അങ്ങനെ 2-3 വർഷം കടന്നുപോയി. ഇപ്പൊ നമ്മുടെ ജോൺ ജൂനിയർ വക്കീലായിരുന്നു, നമ്മുടെ ജോൺ ഇന്ന് വലിയ സീനിയർ വക്കീലായി മാറി. ഒബ്വിയസ്ലി നമ്മളായാലും ഒരു 2-3 വർഷം കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നുപോകും. എത്ര നമ്മളെ പഠിപ്പിച്ച, എത്ര ഗുണം ചെയ്ത ആളാണെങ്കിലും അദ്ദേഹത്തിനെ പറ്റി ഒരു വിവരവും ഇല്ല. അങ്ങനെ ജോൺ അദ്ദേഹത്തിന്റെ കാര്യമേ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജോൺ നല്ല തിരക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മിസ്റ്റീരിയസ് വിസിറ്റർ വരികയാണ് അദ്ദേഹത്തിനെ കാണാൻ. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കാതെ കയറി വന്നപ്പോ ഒരു ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ജോണിന് മനസ്സിലാവുന്നില്ല. പക്ഷെ ആളെ കണ്ടിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മുഖം, ഉള്ളിലുള്ള ശാന്തത മുഖം മുഴുവനും കാണിക്കുന്ന മുഖഭാവവും വളരെ പ്രത്യേകത തോന്നി. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഒരു സ്മൈലിംഗ് ബുദ്ധ പോലെ തോന്നിയെന്ന് പറയണേ. അപ്പൊ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ചോദിക്കാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന എന്നെ തന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിച്ചെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ജൂലിയൻ മാൻറ്റിലാണ് എന്ന് മനസ്സിലാവുന്നത് ജോണിന്. അപ്പൊ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ, 3 കൊല്ലം മുൻപ് ഈ കോടതി മുറിയിൽ വയ്യാണ്ട് വീണ് കിടക്കുന്ന സമയത്ത് ഒരു 50 വയസ്സേ ഉള്ളൂ ജൂലിയൻ മാൻറ്റിലിന്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാല് 80-90 വയസ്സ് തോന്നിക്കുമായിരുന്നു. അത്രയും വയസ്സായ ചുക്കിച്ചുളിഞ്ഞ തൊലിയും ഒക്കെ ആയി വയ്യാത്ത പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പൊ 3 വർഷം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. 25 ഇയേഴ്സിന്റെ അത്രയും ഭംഗിയായിട്ട്, മിനുമിനുത്ത ശരീരം, നല്ല തീക്ഷ്ണമായ കണ്ണുകള്, അതേപോലെ തന്നെ ശരിക്കും അദ്ദേഹത്തിന് തോന്നിയത് സ്മൈലിംഗ് ബുദ്ധ തന്നെയാണ് ഇദ്ദേഹം എന്നാണ്. അത്രയ്ക്കും മനോഹരമായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഉള്ള മിടുമിടുക്കനായിട്ട് വന്നിരിക്കാം. അപ്പൊ ജോണിന് അത്ഭുതമായിപ്പോയി. ഇതെന്താ സംഭവിച്ചത്, എങ്ങനെയാ അതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺബിലീവബിൾ ആയിട്ട് തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് എന്തായാലും ശരി വെൽക്കം ചെയ്തു. അങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ആ ICUവിൽ കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്തു, കാശിന്റെ പിന്നാലെ മാത്രം ഓടി. പൈസ എന്നല്ലാതെ എനിക്കൊന്നും ഉണ്ടായി. പിന്നെ ഗ്ലോറി, വലിയ ആളാവണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം. അങ്ങനെ 18-20 മണിക്കൂർ ജോലി ചെയ്തു. അപ്പോ ICUവിൽ കിടന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. ഒരു വ്യക്തിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. എന്താണ്? അയാളുടെ റേഡിയന്റ് ഹെൽത്ത്, അതുപോലെ ഇന്നർ ലാസ്റ്റിംഗ്, എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ്, ഇന്നർ ഫുൾഫിൽമെന്റ്, ഇത്രയും സംഗതി ഉണ്ടായാലേ നമുക്ക് ജീവിതത്തിൽ കാര്യമുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പരിപാടി അവിടെ വേണ്ടാന്ന് വെച്ചിട്ട്, എനിക്ക് ഇനി ഈ വക്കീലന്മാരായിട്ടുള്ള ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞ അദ്ദേഹം എങ്ങോട്ട് പോയി? നേരെ എവിടേക്കാ പോയെന്നറിയോ? നമ്മുടെ ഭാരതത്തിലേക്കാ വന്നേ. അദ്ദേഹം പറയുന്നത് എല്ലാ നന്മകളുടെ ഉറവിടായ സന്തോഷം സമാധാനം ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം ഭാരതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് വിമാനം ഉണ്ടായിരുന്നു, ഒരു ട്രോപ്പിക്കൽ ഐലൻഡിൽ അദ്ദേഹത്തിന് സമ്മർ ഹോം ഉണ്ടായിരുന്നു. എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് $3000 കോട്ടിടുന്ന ആളാ, അതുപോലും വേണ്ടാന്ന് വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫെരാരി കാർ പോലും വിറ്റിട്ടാണ് അദ്ദേഹം ഭാരതത്തിൽ എന്തന്വേഷിച്ചു വന്നു?
നമ്മളൊക്കെയും അന്വേഷിക്കുന്ന, ഭാരതത്തിൽ താമസിച്ചിട്ടും നമ്മളൊക്കെ അന്വേഷിക്കുന്ന സന്തോഷവും ആരോഗ്യവും ഒക്കെ അന്വേഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരു 6-7 മാസം നടന്നു. കാശ്മീരിൽ ഒരു താഴ്വരയിൽ എത്തിയപ്പോ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് അപ്പൊ തന്നെ ആള് ഒരുപാട് സമാധാനത്തിലായി. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു യോഗിയെ കാണാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ഇന്നർ ഹാപ്പിനെസ് വേണം, എവിടെ പോകണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്, കുറച്ചൊക്കെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കണമെങ്കിൽ നീ ഹിമാലയത്തിന്റെ മുകളിലേക്ക് പോകണം. അവിടെ ശിവാനയില് കുറെ യോഗിമാരുണ്ട്. ശിവാന എന്ന് പറഞ്ഞ ഒയാസിസ് ഓഫ് എൻലൈറ്റൻമെന്റ് ആണ്. നമുക്കൊരു വളരെയധികം എൻലൈറ്റൻ ആവാനായിട്ട്, നിനക്ക് എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനായിട്ട് നീ ശിവാനയിൽ ചെന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഹി സ്റ്റാർട്ടഡ് ടു ക്ലൈംബ്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് അവരെ കാണണം, എനിക്ക് ഇന്നർ ഹാപ്പിനെസ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാലം നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോവാനാട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് പോയി. അദ്ദേഹം ഒരു 7 ദിവസമൊക്കെ പിടിച്ചു അതിന്റെ മുകളിൽ എത്താൻ. കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോണേ. അവിടെ ചെന്നതും അദ്ദേഹത്തിന് ഒരു ആളെ കാണാൻ കഴിഞ്ഞു. പക്ഷെ അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവരൊക്കെ ഈ വരുന്ന ആൾക്കാരൊക്കെ പ്രശ്നക്കാരാന്നുള്ള ധാരണ ഉണ്ടല്ലോ. അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു, എന്നാ ശരി, ഒരു കാര്യം ചെയ്യൂ. അവസാനം ഗതി കെട്ടു. കാരണം ജൂലിയൻ മാറ്റിൽ ഒരിക്കലും മാറുന്നില്ല, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം സമ്മതിച്ചിട്ട് ജൂലിയൻ മാൻഡലിനോട് പറഞ്ഞു, ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക്, ശിവാനയിലേക്ക് കൊണ്ടുപോയി നല്ല സന്തോഷം മാത്രമുള്ള പീസ്ഫുൾ ആയിട്ടുള്ള കുറെ പേര്, സന്യാസിമാരും സന്യാസിനിമാരും അടങ്ങുന്ന ഒരു സ്ഥലം, അവിടേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ 7 തത്വങ്ങളാണ് ഞങ്ങൾക്കുള്ളത്, ആ തത്വങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉള്ളിലുള്ള വിജയം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തെ വിജയത്തിന് കാര്യമുള്ളൂ എന്നും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇതുവരെ കഥ പറഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടോ. അപ്പൊ ജൂലിയൻ പറഞ്ഞു, ഇനിയിപ്പോ ഇത്ര നേരം വൈകിയില്ലേ, ഇനി ഇന്ന് കഥ പറയുന്നില്ല, നെക്സ്റ്റ് ഡേ ഞാൻ നിന്റെ വീട്ടിൽ വരാം ജോൺ എന്ന് പറഞ്ഞ് തിരിച്ചു വരിക. അപ്പോഴേക്കും ജോൺ ഭയങ്കര ആകാംക്ഷയില്ല. അയ്യോ, ഇത് നീ പറയില്ലേണാവോ, എന്തായാലും വരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. നെക്സ്റ്റ് ഡേ ജോണിന്റെ വീട്ടിലേക്ക് ജൂലിയൻ മാൻഡലിൻ ചെന്നു. സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഒരു ചായ കൊടുക്കുകയാണ്. അപ്പോ ഈ ചായ കുടിക്കുമ്പോ കപ്പ് വെച്ചിട്ടുണ്ട്. നമ്മള് പാശ്ചാത്യ രീതിയൊക്കെ തന്നെ അങ്ങനെയാണല്ലോ, നമ്മുടെ പോലെ കപ്പിൽ ചായ അല്ലല്ലോ കൊണ്ടു കൊടുക്കുക. ഒരു ജഗ്ഗില് ചായ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, കപ്പിലേക്ക് ഇങ്ങനെ ചായ ഒഴിക്കുക. കപ്പ് നിറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ജോൺ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഗുരുവല്ലേ, പറയാനും പറ്റുന്നില്ല, ഇതെന്താണ് സർ ചെയ്യുന്നത്? കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കപ്പ് എംപ്റ്റി ആയിരുന്നാൽ മാത്രമേ അതിനുള്ളിലേക്ക് എന്തെങ്കിലും കയറുള്ളൂ. എംപ്റ്റി ആയ കപ്പിൽ, ഒഴിഞ്ഞ കപ്പിൽ മാത്രമേ എന്തെങ്കിലും കയറുള്ളൂ. അതുകൊണ്ട് എന്നോട്, മീൻസ് രാമാചാര്യൻ അദ്ദേഹത്തിനോടും ജൂലിയൻ ജോണിനോടും പറയാണ്, അത് ഞാൻ നിങ്ങളോടും പറയാണ്, നമുക്ക് നല്ല അറിവും വിവരമുള്ള വലിയ വലിയ വ്യക്തികളോടാ സംസാരിക്കുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പോ ഈ കഥ അദ്ദേഹം ജൂലിയൻ ജോണിന് പറഞ്ഞു കൊടുത്ത പോലെ നിങ്ങളും ഒരു ഒഴിഞ്ഞ കപ്പായിട്ട് ഇത് കേൾക്കണം. ഇനിയുള്ള ജൂലിയൻ പറഞ്ഞു കൊടുത്ത ആ തത്വങ്ങൾ നമുക്കും കൂടെ പഠിക്കാനായിട്ട്. അങ്ങനെ എംപ്റ്റി കപ്പിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്, ശാന്തിയും ആഹ്ലാദവും ആരോഗ്യവും കൊണ്ട് ജീവിതം നിറഞ്ഞു തുളുമ്പാൻ വേണ്ടുന്ന 7 കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുവോ? പ്ലീസ് ക്ലോസ് യുവർ ഐസ്. Breathe in, breathe out, deep breathe in, breathe out. ഇനി ഞാൻ പറയുന്ന ദൃശ്യങ്ങളൊന്ന് മനസ്സിൽ കാണണേ. അതിമനോഹരമായ ഊത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്ത് രസാ കാണാൻ, കണ്ടു? ഇതുവരെ കാണാത്ത അതിമനോഹരമായ പല നിറങ്ങളിലുള്ള പൂക്കൾ കാണും. എന്ത് ഭംഗിയാണ്! ഹായ്, അവയുടെ സുഗന്ധം മൂക്കിലൂടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വാവ്, എന്തുമാത്രം ആകർഷണീയമാണ്! നിറയെ ഭംഗിയുള്ള പൂക്കള്, തികഞ്ഞ ശാന്തതയും നിശബ്ദതയുമാണ് അവിടെ. ഈ പൂവാടി ഇന്ദ്രിയങ്ങളിൽ നിറയ്ക്കുന്ന ആഹ്ലാദം അനുഭവിക്കൂ, ആസ്വദിക്കൂ. അങ്ങനെ നമ്മൾ ആ പൂവാടി, ആ പൂന്തോട്ടത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ, ഈ മാജിക്കൽ ഗാർഡന് നടുവില് ഉയർന്നു നിൽക്കുന്ന ഒരു റെഡ് ലൈറ്റ് ഹൗസ് കാണുന്നില്ലേ? നല്ല വലിയൊരു റെഡ് കളറിലുള്ള ലൈറ്റ് ഹൗസ്.
ആ റെഡ് ലൈറ്റ് ഹൗസ് 6 നിലയുടെ അത്ര ഉയരമുണ്ട്. ആ റെഡ് ലൈറ്റ് ഹൗസിന് വലിയ ലൈറ്റ് ഹൗസ് ആണ്. പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ലൈറ്റ് ഹൗസിന്റെ താഴെയുള്ള വാതിൽ തുറക്കുകയാണ്. ശബ്ദമുണ്ടാക്കി തുറന്നുകൊണ്ട് 9 അടി ഉയരവും 900 പൗണ്ട് തൂക്കവുള്ള ജപ്പാൻകാരനായ ഒരു സുമോ റെസ്ലർ പരിഭ്രമിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാണുന്നില്ലേ നിങ്ങള്? നമ്മൾ ഇരിക്കുന്ന ഗാർഡന്റെ മറുവശത്ത് സുമോ റെസ്ലർ പരിഭ്രമിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഇയാൾ തീർത്തും നേക്കഡാണ്. അയാളുടെ നേക്കഡ് ആണെന്ന് പറഞ്ഞാലും രഹസ്യ ഭാഗങ്ങളൊക്കെ ഒരു പിങ്ക് വയർ കേബിൾ, ഒരു കമ്പി കൊണ്ടുള്ള ഒരു ചുരുൾ നാട കൊണ്ട് മൂടിയിട്ടുണ്ട്. അങ്ങനെ അയാൾ ഇങ്ങനെ നടന്ന് പരിഭ്രമിച്ച് ടെൻഷൻ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോ ദേ കിടക്കുന്നു ഒരു ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച്. ആ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ പരിഭ്രമവും ടെൻഷനും ഒക്കെ ആയിട്ട് വരുന്ന നമ്മുടെ റെസ്ലർ അത് കാണുന്നില്ല. അദ്ദേഹം ദാ അയ്യോ ആ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ചിൽ തട്ടി, കാല് തട്ടി ഭയങ്കരമായ ശബ്ദത്തോടെ ധൂം എന്നങ്ങോട്ട് വീണു. വീണതും നിശബ്ദനായിട്ട് അനക്കമില്ലാതെ കിടക്കുകയാണ്. ഒരു ശബ്ദം പോലും ഇല്ല. അയ്യോ അയാള് മരിച്ചു എന്നാ തോന്നണേ എന്ന് നമ്മൾ സംശയിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേ അയാൾ ഉണരുന്നു. അയാളുടെ അരികെ വിടർന്ന് നിൽക്കുന്ന മഞ്ഞ പനിനീർപ്പൂക്കൾ കണ്ടോ? ആ പൂക്കളുടെ സുഗന്ധമാണ് അയാൾക്ക് ഉണർവ് നൽകിയത്. മരിക്കാൻ പോലും പോയ ആളെ ആ സുഗന്ധം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അയാൾ എഴുന്നേറ്റു. സന്തോഷത്തോടെ എഴുന്നേറ്റ് എന്തോ ഉള്ളറിവ് വന്ന പോലെ അയാൾ ഇടതു ഭാഗത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോ കണ്ട കാഴ്ച അയാളെ വിസ്മയിപ്പിക്കുന്നു. അയാളുടെ മുഖത്ത് എന്തോ കണ്ടെത്തിയ ഭാവമുണ്ട്. ആ പൂന്തോട്ടത്തിന്റെ അതിരിലുള്ള കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഒരു നീളം ചുറ്റിവഴി കാണുന്നില്ലേ? ആ വഴി നോക്കൂ. ആ വഴി മുഴുവൻ സ്പാർക്ലിംഗ് ഡയമണ്ട്സ് ആണ്. ആഹാ, അയാൾക്ക് വളരെയധികം സന്തോഷായി. നിത്യമായ സന്തോഷത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് ആ വഴി അയാളെ നയിക്കുകയാണ്. അയാളെ അവിടെ എക്കാലവും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. നമുക്കും അതുപോലെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ? അങ്ങനെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. നമ്മളൊരു കഥ കേട്ടു അല്ലെ? ഈ കഥ ഇതിലെന്താ കാര്യം എന്നാണ്. ഇതെന്താ ഈ 7 കാര്യങ്ങള്? കഥ കേട്ടത് ക്ലിയർ ആണല്ലോ. നമ്മളൊരു ഗാർഡനിലെത്തി, ഒരു ലൈറ്റ് ഹൗസ് കണ്ടു, സുമോ റെസ്ലറെ കണ്ടു, അദ്ദേഹത്തിന്റെ പിങ്ക് വയർ കേബിൾ കണ്ടു, ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് കണ്ടു, യെല്ലോ റോസസ് കണ്ടു, അതേപോലെ വിൻഡിങ് പാത്ത് ഓഫ് ഡയമണ്ട്സ് കണ്ടു. ഇതാണ് രാമാചാര്യൻ ആർക്ക് പറഞ്ഞു കൊടുത്തത്? നമ്മളെ പോലെ നാട്ടിൽ ജീവിക്കുന്ന, നമ്മളെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി വലിയ വലിയ തത്വഗുണങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളെ കുറച്ചൊരു ശ്രേണിയിലൂടെ കൂടി കൊണ്ടുപോയതാണ് രാമാചാര്യൻ. അതേ കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അങ്ങനെയുള്ള ആ പൂന്തോട്ടത്തിനെ പറ്റിയിട്ട് ഈ കഥ, ഈ വിഷ്വലൈസേഷൻ, ഈ ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചിത്രം പറഞ്ഞു തന്നിട്ട് അത് വെച്ചിട്ട് നമ്മളെ കുറെ 7 അതുല്യമായ ഗുണങ്ങളിലൂടെ കൊണ്ടുപോയി ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും രീതിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? നല്ലൊരു ഗാർഡൻ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. ആ ഗാർഡൻ അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ ഗാർഡൻ എങ്ങനെ ചെയ്യണം? ദിവസവും അത് പരിപാലിക്കണം. എങ്ങനെ പരിപാലിക്കേണ്ടത്? സ്നേഹം, നന്മ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊടുത്ത്, ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ആയിട്ടുള്ള വെള്ളം ഒഴിച്ച്, അങ്ങനെ നമ്മൾ ആ ഗാർഡനെ പരിപാലിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ ഈ നല്ല പോസിറ്റീവ് കൊടുത്തിട്ട് പരിപാലിച്ചാൽ മാത്രം മതിയോ? നമ്മളൊരു ഗാർഡൻ ആണെങ്കിൽ ഇതിനെ കുറെ നല്ല ചെടികൾ നട്ടു, നന്നായി കളച്ച് മറിച്ച് ചെടിയൊക്കെ നട്ടു, മാത്രം പോരല്ലോ, അതുകൊണ്ട് കാര്യമില്ല. അതിലെന്തുണ്ടാവും? കളകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ധാരാളം നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ഞങ്ങൾ രാവിലെ VBSൽ ക്ലാസ് കേട്ടിട്ട് നല്ല മനസ്സൊക്കെ പോസിറ്റീവ് ആക്കി ക്ലാസ് ഒക്കെ വെച്ച് നടക്കും. പക്ഷെ പുറത്തിറങ്ങി നമ്മൾ ഓഫീസിലോ മറ്റു സ്ഥലത്തോ പോകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് സംഭവിക്കും? ഒരുപാട് കളകൾ വരും അല്ലെ?
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കളകള്, അതായത് ശുദ്ധമല്ലാത്ത ചിന്തകളുടെയും പ്രവൃത്തികളുടെയും കളകൾ അത് ഉടൻ നീക്കം ചെയ്യണം. എങ്ങനെയാണ് അത് നീക്കം ചെയ്യാം? ഈ നെഗറ്റീവ് നീക്കം ചെയ്യണമെങ്കിൽ നമ്മളെ ഈ പറിച്ചു കളയണമെങ്കിൽ വെറുതെ പറിച്ചു കളഞ്ഞാൽ പോരാ. ഈ ഒരു കള വന്ന ഉടൻ തന്നെ ഓർക്കണം, നമ്മൾ അതിന്റെ കാവൽക്കാരായി നിൽക്കണം. ഞങ്ങളുടെ ജോസ് കുര്യൻ സാർ പറയും എപ്പോഴും, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മാലിന്യം വലിച്ചെറിയാനുള്ള വേസ്റ്റ് പിന്നല്ല, അത് നല്ല നന്മകൾ നിറയ്ക്കാനുള്ള പൂന്തോട്ടമാണെന്ന് ഞങ്ങളുടെ ജോസ് കുര്യൻ സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അതായത് മനസ്സ് എന്നുള്ള ആ ഗാർഡൻ അത് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ കണ്ടേ, നല്ല പൂക്കൾ വിടർന്ന ഗാർഡൻ ആണ് നമ്മൾ കണ്ടേ. അങ്ങനെയുള്ള ഒരു ഗാർഡനിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ, അങ്ങനെ ഒരു ഗാർഡനായി നമ്മുടെ മനസ്സിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കളകൾ വരുന്നുണ്ടെന്ന് കണ്ട തന്നെ സ്റ്റോപ്പ്, കള വേണ്ട പറയാ. ചിലപ്പോൾ അറിയാതെ കളകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ ഓരോന്ന് പിഴുത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് വേഗം നല്ല നമുക്ക് ആവശ്യമുള്ള സുഗന്ധമുള്ള പൂക്കളേനെ ഇങ്ങോട്ട് കയറ്റി വെക്കണം. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സ് നല്ല പൂക്കൾ കൊണ്ട് വിടരും. ആക്ച്വലി മൈൻഡ് മാനേജ്മെന്റ് ഈസ് ദ എസെൻസ് ഓഫ് ലൈഫ് മാനേജ്മെന്റ്. ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ മാത്രം മാറ്റിയാൽ മതി എന്നാ പറയണേ. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് സിമ്പിൾ മെത്തേഡ്സ്. ഒന്ന്, നമുക്കറിയാം ഒപ്റ്റിമിസ്റ്റിക് ആവുക, എല്ലാറ്റിലും ശുഭം കാണുക, എന്തുണ്ടായാലും അത് നല്ലതായിരിക്കും നമ്മൾ വിശ്വസിക്കുക. ഇപ്പൊ ഒരാളുടെ ശത്രു എന്ന് പറയുന്നത് മറ്റൊരാളുടെ മിത്രമാകാം. ഒരാളുടെ സാഹചര്യം മോശമാണെങ്കിൽ മറ്റൊരാൾക്ക് അത് നല്ല സാഹചര്യം ആവാം. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എന്തിലും ശുഭാപ്തി വിശ്വാസം കാണാം. ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? അതെനിക്ക് അനുകൂലമാണ്. അതല്ലെങ്കിലോ എനിക്കത് ശക്തി പകരാനുള്ളതാണ്. ഒന്നുകിൽ എനിക്കത് അനുകൂലമാണ്, അതല്ലെങ്കിൽ എനിക്കത് ശക്തി പകരാനുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ചെയ്ത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ച് നെഗറ്റീവായിട്ട് വരുന്ന എന്തിനേയും തടഞ്ഞു നിർത്തിയിട്ട്, അതായത് സങ്കല്പത്തിന്റെ മഹിമയിൽ വേണം ജീവിക്കാൻ എന്നാ പറഞ്ഞത്. 2 തവണ സൃഷ്ടിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു തവണ നമ്മുടെ മനസ്സിലും ഒരു തവണ പുറത്തും. അപ്പൊ നമ്മൾ സങ്കല്പത്തിൽ എന്തും സംഭവിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിനെ കുറിച്ച് ഇന്നലെ വിനീത മാം നമുക്ക് പറഞ്ഞു തന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ട് അതെങ്ങനെയാണ് സംഭവിപ്പിക്കുക എന്നുള്ളത്, വാക്കുകളുടെ ശക്തിയെയും കുറിച്ചും. അപ്പൊ ഒരു ലെൻസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് സൂര്യരശ്മിയെ ഫോക്കസ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവിലേക്കും ഗുഡ്നെസ്സിലേക്കും കയറ്റി വിടുകയാണെങ്കിൽ നെഗറ്റീവ് വരില്ല. എന്നാലും ചിലപ്പോൾ വരും അല്ലെ? ചിലപ്പോൾ എന്നാലും ആരെങ്കിലും ഒക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് വരാതിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ കാവൽക്കാരായിട്ട് മാറുക. സോൾജിയർ ആയിട്ടൊരു കുന്തം പിടിച്ച് നമ്മൾ തന്നെ നിൽക്കണം. എന്നിട്ട് പറയാ, എന്ത് നടക്കില്ല, ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും പറഞ്ഞ ഈ നെഗറ്റീവിന് പിന്നെ നമ്മളെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം എപ്പോഴെപ്പോഴും നമ്മൾ വാറ്റി ഓടിക്കുന്ന ഒരാൾക്ക് വരാൻ പറ്റുമോ? അപ്പോ ഇങ്ങനെ മനസ്സിനൊരു ശക്തി കിട്ടാൻ, നെഗറ്റീവിനെ ഉടനടി പായിക്കാനും പോസിറ്റീവിനെ നമ്മളിലേക്ക് ആകർഷിക്കാനും നമുക്കൊരു ശക്തി കിട്ടാൻ വേണ്ടി രാമാചാര്യൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹേർട്ട് ഓഫ് ദ റോസ്, പുഷ്പഹൃദയം. നമുക്കൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ഒരു റോസ് ഫ്ലവർ എടുക്കുക, അതിനെ ഇങ്ങനെ നമ്മൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഒരു 20 മിനിറ്റെങ്കിലും ഒരു ദിവസം അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഭംഗി ആസ്വദിക്കുക, വേറൊന്നും ചിന്തിക്കാതെ അതിന്റെ ഭംഗി മാത്രം ആസ്വദിച്ചിരിക്കുക. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഫോക്കസിങ്ങിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. പിന്നെ ഒരു കാര്യമാണ് ഒപ്പോസിഷൻ തിങ്കിങ്. അതായത് നമുക്ക് അനുകൂലമല്ലാത്തൊരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷകരമായ മറ്റൊന്ന് അതിന് പകരം വെക്കാൻ ശ്രമിക്കണം. അതായത് നമുക്ക് അനുകൂലമല്ലാത്തൊരു ചിന്തയാണ് വരുന്നത്. എന്റെ 2 ഗുരുക്കന്മാര് ഇരിക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരാണ് എന്നെ ഇതുപോലെ പഠിപ്പിച്ചെന്നത്. ആ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലും പറയുന്നത്. നമ്മള് അനുകൂലമല്ലാത്ത എന്ത് ചിന്ത വന്നാലും അതിനെതിരെ ഉടൻ തന്നെ പെട്ടെന്ന് നടപടിയെടുക്കുക. അങ്ങനെ ഒത്തിരി പേര്, ഇന്നലെ ഒരു സാർ ചോദിക്കുന്നത് കേട്ടു, ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതുകൊണ്ടൊക്കെ കാര്യമുണ്ടോന്ന്. സത്യത്തിൽ ഇങ്ങനെ കുറെ ഈ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതും പുസ്തകം വായിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കൊക്കെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ട്രെമൻഡസ് ചേഞ്ച് ആണ്. അത് വെച്ചാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ എന്താണ് പറഞ്ഞത്? നമ്മളുടെ ഗാർഡൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉദ്ദേശിച്ച ഗാർഡൻ, പൂക്കൾ PPT ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു അതില്. നല്ല മനോഹരമായ ഗാർഡൻ പോലെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം. എന്ത് നെഗറ്റിവിറ്റീസോ കളകളോ എന്ത് പുറത്തുനിന്ന് വന്നാലും വേസ്റ്റ് വലിച്ചെറിയാൻ ആളുകൾ ശ്രമിക്കൂലേ? കണ്ടിട്ടില്ലേ? നമ്മുടെ വഴി ഏതെങ്കിലുമൊക്കെ നിറയെ വേസ്റ്റ് വഴിയിൽ വീടുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും വലിച്ചെറിയാൻ ശ്രമിക്കുമ്പോൾ അരുതെന്ന് പറയാൻ നമ്മുടെ സോൾജിയറിന്, നമ്മുടെ മനസ്സാകുന്ന കാവൽക്കാരന് കഴിയണം. അങ്ങനെ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു ലൈറ്റ് ഹൗസ്.
വലിയൊരു റെഡ് ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ കണ്ടത്. ആ ലൈറ്റ് ഹൗസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പർപ്പസ്. നമ്മളിപ്പോ കടലിൽ പോവില്ലേ ആൾക്കാരെ, കടലിൽ ആളുകൾ പോകുമ്പോ കടൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകൾ എങ്ങനെയാണ് സമാധാനിക്കുക? എവിടെ എത്തുമ്പോഴാണ് അഭയം? അവർക്ക് ലൈറ്റ് ഹൗസ് ആണ് അഭയം. ആ ലൈറ്റ് ഹൗസ് കണ്ട ഒരു സമാധാനമായി, എത്തി, നമുക്കൊരു എത്തിപ്പെടാനുള്ള ഒരു സ്ഥലം എത്തി. അതേപോലെ ജീവിതത്തില് നമുക്ക് ധാരാളം പ്രതിസന്ധികൾ വരിക, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതിസന്ധികൾ വരും. അത് വരുമ്പോ നമ്മൾ അതിൽ കിടന്ന് ഉഴഞ്ഞ അവിടെ തന്നെ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ കയ്യിൽ മനസ്സിൽ ഒരു ലക്ഷ്യം, പർപ്പസ് ഓഫ് അവർ ലൈഫ് ഉണ്ടായിരിക്കണം. അതായത് ഈ ലൈറ്റ് ഹൗസ് എവിടെയാണോ ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ ലക്ഷ്യം അവിടെ ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ എവിടെ ആടി ഒലയില്ല, എവിടെയും സ്റ്റക്കായി പോവില്ല, അവിടെ എത്തിപ്പെടും. നിറവേറ്റേണ്ട ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസങ്ങളും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാ പറയണേ. ആദ്യം വേണ്ടത് എന്താണ്? നല്ലൊരു ലക്ഷ്യം ആദ്യം നമ്മുടെ മനസ്സൊക്കെ നല്ല സൂപ്പർബാക്കി, പോസിറ്റീവാക്കി, കളൊന്നും ഇല്ലാതെയാക്കി, അത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു പർപ്പസ് ഉണ്ടാക്കി, ആ പർപ്പസ് ഒരു ലക്ഷ്യം ഉണ്ടാക്കി, ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നല്ലൊരു വിശദമായ രൂപരേഖ തയ്യാറാക്കണം. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള ഒരു വഴി അങ്ങ് തുറന്നു കിട്ടുന്നേ. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാക്കിയിട്ട് ആ ലക്ഷ്യം എഴുതി വെച്ച് നോക്കൂ, ശരിക്കും അതിന് നമുക്ക് നല്ലൊരു കൃത്യമായ ഒരു ക്രിയാത്മകമായിട്ട് അതിനെ എത്തിക്കും നമ്മളെ അങ്ങോട്ട്. ഇതിലാണ് ഞങ്ങള് വിഷൻ ബോർഡ് ചെയ്യുന്നത്. വിഷൻ ബോർഡ് നിങ്ങൾ എല്ലാവരും കുറെ പേര് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. ബൈജു സാർ വിഷൻ ബോർഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാനൊക്കെ ഈ ഇതിലേക്ക് കയറി വന്നത്. ആ വിഷൻ ബോർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലക്ഷ്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വിഷനാക്കി വെച്ചിട്ട് ചിത്രങ്ങളാക്കി വെക്കും. ആ ചിത്രങ്ങൾ നമ്മൾ ദിവസം നമ്മൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴഞ്ഞു പോവാതെ ഒരു ലൈറ്റ് ഹൗസ് അവിടെ കാണുന്ന പോലെ തന്നെ നമുക്കൊരു വഴികാട്ടി അവിടെ ഉണ്ട്, നമുക്ക് അവിടെ എത്തണം എന്നുള്ള ചിന്തയിൽ നമ്മൾ അങ്ങോട്ട് യാത്ര തിരിക്കും. അപ്പോ പ്രധാനമായവയിൽ മാത്രം മനസ്സ് വെക്കുക, അരിപ്പ് പോലെ മനസ്സിനെ ഉപയോഗിക്കുക, നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരോട് പറയുക. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു സൂത്രം ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യണം, ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. അതിലൊന്നാണ് പോസിറ്റീവായ കാര്യങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് വേണം. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം? ഈ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യുമ്പോൾ മടിയാണ്. നേരെ മറിച്ച് നമുക്ക് റീൽസ് നോക്കിയിരിക്കുക, യൂട്യൂബ് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ റീൽസ് എന്താ പറയാ, നല്ല ഗുഡ് ഹാബിറ്റ്സിനെ നമുക്ക് നമ്മുടെ ഒരു പ്ലഷറുമായിട്ട് കണക്ട് ചെയ്ത് ട്രെയിൻ കൊടുക്കുക. മനസ്സിനോട് പറയാ നീ ഗുഡ് ഹാബിറ്റ്. ഇപ്പൊ യോഗ വിചാരിക്കുക, യോഗ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ രാവിലെ നീച്ച് യോഗ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? നല്ല ഗുഡ് ഹെൽത്ത്, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ പ്ലഷറുമായിട്ട് കണക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കുക മനസ്സിനെ. അതേപോലെ സ്മോക്കിംഗ് ആ വിചാരിക്കുക, സ്മോക്കിംഗ് ചെയ്യുന്നത് ബാഡ് ഹാബിറ്റ് ആണ്, അതിനൊരു പണിഷ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് ചെയ്തിട്ട് നമുക്കിതൊക്കെ അറിയാം, പക്ഷെ നമ്മളതൊന്നും എന്താ പറയാ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ആക്ച്വലി ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്, സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോ ഒരു ബാഡ് ഹാബിറ്റ്സിനെ നമ്മൾ ഒരു പണിഷ്മെന്റിനോട് കണക്ട് ചെയ്യുക, ഗുഡ് ഹാബിറ്റ്സിനെ ഒരു യോഗ മീൻസ് പ്ലഷറിനോട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മനസ്സറിയാതെ ഗുഡ് ഹാബിറ്റ്സിലേക്ക് പൊയ്ക്കോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല ഉത്സാഹത്തോട് കൂടിയിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രഷർ കൊടുത്ത് ലക്ഷ്യത്തെ സജീവമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. അതിന് നമുക്കൊരു ജ്വലിക്കുന്ന അഭിനിവേശം വേണം. ഇനി വേറൊരു കാര്യമുള്ളത്, ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ ജൂലിയൻ മാൻഡലിന് ലക്ഷ്യം ഉണ്ടായിരുന്നു, ലക്ഷ്യമില്ലാതെയല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വെറും കരിയർ മാത്രമായിരുന്നു. ജോലിയിലൊന്ന് സൂപ്പർ ആവണം, കാശുണ്ടാക്കണം, അല്ലാതെ അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. ഭാര്യ ഡൈവോഴ്സ് ആയി പോയി, ഫാമിലി ഇല്ലാണ്ടായി, സന്തോഷം ഇല്ലാണ്ടായി. അപ്പൊ വീൽ ഓഫ് ലൈഫ് അവിടെയാണ് പ്രാധാന്യം നമുക്ക് ഇതിലുള്ളത്. അതായത് സോഷ്യൽ, സ്പിരിച്വൽ, ഫിനാൻഷ്യൽ, ഇന്റലക്ച്വൽ എല്ലാ ഗോൾസും നമ്മൾ ഇതിൽ വരണം. കരിയർ എല്ലാം തന്നെ വന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ചക്രം പോലെ എല്ലാ ലക്ഷ്യങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്കിതിൽ രക്ഷപ്പെട്ട് നല്ലൊരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ ആരെ കണ്ടത്? പിന്നെ കണ്ട ആളാണ് സുമോ റെസ്ലർ. സുമോ റെസ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെയ്സൺ എന്നുള്ള ഒരു ഫിലോസഫിയാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള, നെവർ എൻഡിങ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ്, സ്ഥിരമായിട്ട്. നമുക്ക് സ്വതവേയുള്ള സ്വഭാവം നമ്മൾ കുറച്ചു കാലം ചെയ്ത് 1-ാം തീയതി ചെയ്യും, എല്ലാ മാസവും 1-ാം തീയതി ചെയ്യും, 2 ദിവസം കഴിഞ്ഞാൽ നിർത്തുവതാണല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നു ഈ സുമോ റെസ്ലർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അവർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതാണ് കെയ്സൺ എന്ന് പറഞ്ഞൊരു തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മെച്ചപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ കാണുക, അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാം.
അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ ശീലങ്ങൾ നമ്മൾ ശീലാക്കി മാറ്റിയിട്ട് ഡെയിലി ഒരേ സമയം, എല്ലാ ദിവസവും ഒരേ സമയത്ത് നല്ല ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മളൊരു വ്യക്തിയായിട്ട് കാണണം, നമ്മളെ സ്വപ്നത്തിലൊരു വ്യക്തി, ഞാൻ എന്ന ആളാവണം എന്നൊരു താല്പര്യം. ഇപ്പൊ സതീഷ് സാറിന് ഒരു ആഗ്രഹം ഉണ്ടാവും ടു ഇന്റർനാഷണൽ ട്രെയിനർ ആയി മാറണം എന്നാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? അങ്ങനെ ആയി മാറുന്നതായിട്ട് അദ്ദേഹം സ്വപ്നത്തിലെ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ തന്നെ കണ്ടു. ആ കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ ഇത് തന്നെ കൊണ്ടു നടന്നിട്ട്, ഈ ചിത്രം തന്നെ കൊണ്ടുവന്നിട്ട് അതിനു വേണ്ടി ഡെയിലി ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിനെ അതിനെ എഗെയിൻസ്റ്റ് ആയി പെരുമാറാൻ പറ്റില്ല. ഈ സ്വപ്നല്ലേ മനസ്സിലുള്ളത്, മുൻപിലുള്ളത്. അപ്പൊ സുമോ റെസ്ലർ പറയുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി മിനിമം 30 ദിവസം 1 മണിക്കൂർ വെച്ചിട്ടെങ്കിലും സ്വയം ഉയരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ പറയുന്നത് പിന്നെ 15 മിനിറ്റ് വെറുതെ ഇരിക്കുക, നന്നായി നടക്കണ കാര്യമൊന്നുമല്ല, 1 മണിക്കൂർ എനിക്ക് വേണ്ടി ചെലവാക്കാനൊന്നും നടക്കില്ല, എനിക്ക് 100 കാര്യങ്ങളാണെന്ന് പറയും. അത് അദ്ദേഹം പറയുന്നു, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ധനം നിറയ്ക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ, അവിടെ എത്തണം എന്ന് പറഞ്ഞ് പോണ പോലെയാണെന്നാണ്. അതായത് നമുക്ക് നമ്മളെ നോക്കാൻ നേരമില്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരുന്ന അത് അവിടെ നിൽക്കുമ്പോഴാണ്, വണ്ടി നിൽക്കുമ്പോഴാണ് നോക്കുക, അയ്യോ ഇന്ധനം നിറച്ചില്ലാലേ. അതേപോലെ തന്നെയായിരിക്കും സ്വന്തമായി സ്വയം ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരു 10 റിച്വൽസ് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളെ അനുഷ്ഠാനങ്ങൾ, നമ്മൾ 10 കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് റിച്വൽ ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ അനുഷ്ഠാനം. രാവിലെ എഴുന്നേറ്റാൽ ഒരു 5-10 മിനിറ്റ് കലകലാന്ന് എന്നെ പോലെ ഇങ്ങനെ പറയാതെ സ്വസ്ഥമായിട്ട് 5 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ ഏകാന്തമായിട്ട് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇരിക്കണം എന്നാണ് പറയുന്നത്. റിച്വൽ ഓഫ് സോളിറ്റ്യൂഡ്. റിച്വൽ ഓഫ് ഫിസിക്കാലിറ്റി, അത് യോഗ, എക്സർസൈസ്, പ്രാണായാമം ഇതൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിനെ അതിനെ നമ്മൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് റിച്വൽ ഓഫ് ഫിസിക്കാലിറ്റി. റിച്വൽ ഓഫ് ലൈവ് നറിഷ്മെന്റ്, അതായത് നമ്മൾ സമൃദ്ധമായ അറിവിന്റെ അനുഷ്ഠാനാണത്. ഇതൊക്കെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. കേസൻ മെത്തേഡിൽ പറയാണ്, ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അറിവ് എല്ലാ ദിവസവും കുറച്ച് അറിവുണ്ടാക്കി വരണം. 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആൻഡ്രു സാറൊക്കെ പറയുന്ന പോലെ 10 ദിവസം കഴിയുമ്പോഴേക്കും ആ അറിവ് കുറേ അറിവായിട്ട് മാറിക്കൊണ്ടിരിക്കും. പതിവായിട്ട് അതിനുവേണ്ടി വായിക്കണം. റിച്വൽ ഓഫ് പേഴ്സണൽ റിഫ്ലക്ഷൻ, അതായത് വ്യക്തിപരമായിട്ടുള്ള മാറ്റം. നമ്മൾ ഇന്ന് ഞാൻ എന്താണോ അതിനേക്കാൾ നന്നാവണം നാളത്തെ ഞാൻ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് വൈകിട്ട് ഞാൻ ആലോചിക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ എന്തൊക്കെ ശരിയുണ്ട്, എന്തൊക്കെ തെറ്റുണ്ട്, അത് ഞാൻ ഈ തെറ്റുകളെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും, ശരികളെ എങ്ങനെ ഇനി ഉയർത്താൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തതാണ് റിച്വൽ ഓഫ് ഏർലി അവേക്കൺ, സൂര്യൻ ഉദിക്കുന്നതിനൊപ്പോ അല്ലെങ്കിൽ അതിന് മുൻപോ തന്നെ നീക്കുന്ന എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റിച്വൽ ഓഫ് മ്യൂസിക്, ദിവസം കുറച്ചു നേരം മ്യൂസിക് കേൾക്കാൻ ഉപയോഗിക്കണം. റിച്വൽ ഓഫ് സ്പോക്കൺ വേർഡ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊക്കെ അറിയാം, അഫർമേഷൻ നമ്മൾ സാർ പഠിപ്പിക്കുന്ന പോലെ എവറി ഡേ എവരി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ, നമ്മളെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വലിയൊരു അഫർമേഷൻ ആണ്. അതേപോലെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, മന്ത്ര എന്ന് പറഞ്ഞാൽ മനസ്സിനെ, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ത്ര എന്ന് പറഞ്ഞാൽ ഫ്രീ ആക്കലാണെന്നാണ്. അപ്പൊ മന്ത്രം പോലെ നമ്മൾ അഫർമേഷൻസ്, ഐ എം സ്ട്രോങ്, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ എം ഏബിൾ, അങ്ങനെ ഐ എം പവർഫുൾ, അങ്ങനെ ഞാൻ ആരോഗ്യമുള്ള ആളാണ്, ഊർജ്ജസ്വലതയുള്ള ആളാണ്, മിടുക്കിയാണ് എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം പറഞ്ഞു കഴിഞ്ഞാല് അവിടേക്ക് എത്തിച്ചേരുന്നവരാണ്. അതാണ് റിച്വൽ ഓഫ് വേർഡ്സ്. ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നല്ല നല്ല വാക്കുകൾ, അതും ഡെയിലി ചെയ്യണം. 10 കാര്യങ്ങളും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. റിച്വൽ ഓഫ് കോൺഗ്രുവന്റ് ക്യാരക്ടർ, അതായത് പൊരുത്തം വേണം നമ്മളെ ചിന്തകളും പ്രവൃത്തികളുമായിട്ട്. നമ്മൾ ചിന്ത വിതച്ചിട്ട് പ്രവൃത്തി കൊയ്യും, പ്രവൃത്തി വിതച്ചിട്ട് ശീലം കൊയ്യും. ഈ ശീലം നമ്മളെ സ്വഭാവമായി മാറും. ഈ സ്വഭാവമാണ് നമ്മുടെ വിധി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ ചിന്തകളിൽ മാറ്റം വരുത്തിയാലേ നമ്മുടെ വിധിയിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി റിച്വൽ ഓഫ് സിംപ്ലിസിറ്റി, എളിമ, ലാളിത്യം, അത് നമ്മളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ ഒരു ലാളിത്യമുള്ള ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ഡെയിലി ചെയ്യാം. നിരന്തരമായിട്ട് ഈ 10 റിച്വൽസ് നടത്തുവാണെങ്കിൽ, നിരന്തരമായി എന്നുള്ള വാക്കാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഡെയിലി ചെയ്യണം. ഒരു ദിവസം ചെയ്ത് നിർത്താതെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ അത്രയും വലിയ മാറ്റം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗാർഡൻ കണ്ടു, ആ ഗാർഡൻ നമ്മുടെ മനസ്സാണ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടു, ലൈറ്റ് ഹൗസ് നമ്മുടെ പർപ്പസ്, ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താൻ സുമോ റെസ്ലറെ കണ്ടു. നിരന്തരമായി ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചെയ്യേണ്ട 10 റിച്വൽസിനെ കുറിച്ച് പഠിപ്പിച്ചു. അതിനുശേഷം എന്താണ് സർ കണ്ടത്? സിനേഷ് സാർ പിന്നെന്താ കണ്ടത് നമ്മള്?
ഇദ്ദേഹത്തിന്റെ ഡയമണ്ട് സ്വർണ്ണ വാച്ച്, ഒരു സ്വർണ്ണ വാച്ചാണോ? അതിനു മുമ്പ് ഇദ്ദേഹം ഒരു പിങ്ക് വയർ കേബിൾ ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഈ റെസ്ലർ ഒരു പിങ്ക് വയർ കേബിൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ആ കേബിൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു ശക്തിയുടെ, അതായത് കമ്പിച്ചുരുളിന്റെ നാടെയാണ് അതേ. അതായത് ചെറിയ ചെറിയ ഭയങ്കര കനം കുറഞ്ഞ കമ്പിച്ചുരുളാണ്. ഈ കമ്പിച്ചുരുളുകള് കൂട്ടി വെക്കുമ്പോ എന്താ ഉണ്ടാവണേ? ശക്തിയായിട്ട് മാറുകയാണ്. അതായത് ഇച്ഛാശക്തിയെ കുറിച്ചാണ് പറയുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണം. രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിൽ 15 മിനിറ്റ് മുന്നേ എഴുന്നേക്കുക. പിന്നെ അതിനുശേഷം അവിടെ അതും കുറച്ചുകൂടി കുറച്ച് ഈസി ആയി തോന്നുമ്പോൾ അടുത്തൂടെ എഴുന്നേക്കുക. നമ്മുടെ ഇച്ഛാശക്തി, നമുക്ക് റീൽസോ മറ്റു സാധനങ്ങളോ കണ്ടിരിക്കാൻ തോന്നുമ്പോൾ അത് മാറ്റിയിട്ട് ഒരു പുസ്തകം വായിക്കാനുള്ളത് തോന്നിപ്പിക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സ് കഴിക്കാൻ തോന്നുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഇതൊക്കെയാണ് എന്ത്, നമ്മള് ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. വിൽ പവർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആകുലതകള്, വെറി ഹാബിറ്റ് കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഗാന്ധിജിയെ തന്നെയാണ് ഉദാഹരണമാക്കുന്നത്. പണ്ട് നല്ല വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായിരുന്നു അത്ര അദ്ദേഹം. പതുക്കെ പതുക്കെ അദ്ദേഹം വിൽ പവർ കൂട്ടി കൂട്ടി വന്നിട്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മൾ ഈ കാണുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കിട്ടിയത്. അതേപോലെ വിൽ പവർ കൂട്ടാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കുക, ബാക്കി എന്ത് കാര്യങ്ങളായാലും. അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാവും? ദിശായന്ത്രം ഇല്ലാത്ത നാവികനെ പോലെ, ഒരു ദിശയൊന്നും അറിയാതെ എങ്ങോട്ട് പോണ പോലെ ഉണ്ടാവുക. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശരിയല്ലാത്തതാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് മാറ്റി ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഇച്ഛാശക്തിയാണ് ഈ റെസ്ലറുടെ കമ്പിച്ചുരുൾ നാട് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശീലങ്ങളുടെ അടിമയാവാതെ ഈ ഇച്ഛാശക്തി കൊണ്ട് ശീലത്തിനെ വെല്ലുവിളിക്കണം. ചില ശീലങ്ങൾ നമുക്ക് വളരെ മോശം ശീലങ്ങളുണ്ട്, നമുക്ക് തന്നെ അറിയാം. നമ്മളതിനെ വെല്ലുവിളിക്കണം. ആഹാ, നടക്കില്ല, ഞാൻ ഇന്ന് മുതല് പുതിയൊരാളായി മാറിക്കഴിഞ്ഞു. ജൂലിയൻ മാൻഡിൽ ജോണിനോട് പറഞ്ഞു കൊടുത്ത പ്രകാരം ഞാൻ ഇന്നു മുതൽ പുതിയൊരാളായി കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്നു മുതൽ ഞാൻ ആവശ്യമില്ലാത്ത ശീലങ്ങൾ നിർത്താൻ പോവാണെന്ന് പറഞ്ഞ് ആ രീതിയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതാണ് ഇച്ഛാശക്തി കൂട്ടാനുള്ള വേറൊരു കാര്യം. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു ഫോർമുലയുണ്ട് കേട്ടോ. ജൂലിയൻ മാൻഡിൽ ജോണിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ, എന്ന് എല്ലാവരും പറയുമോ? ഐ ആം മോർ ദാൻ ഐ അപ്പിയർ ടു. കാണുന്നതൊന്നുമല്ല ഞാൻ. ഐ ആം മോർ ദാൻ ഐ അപ്പിയർ ടു ബി. ഐ അപ്പിയർ ടു ബി. ഞാൻ ഈ കാണുന്നതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ. പിന്നെയോ, all the world's strength and power rest inside me. ഈ ലോകത്തിന്റെ എല്ലാ ശക്തിയും എന്നിലുണ്ട്. ഈ ലോകത്തിന്റെ എല്ലാ ശക്തിയും, all the world's power and strength rest in me. ഇത് അദ്ദേഹം പറയുന്നു 30 ദിവസം, ഒരു ദിവസം 30 പ്രാവശ്യം വെച്ചിട്ട് 30 ദിവസം പറഞ്ഞാൽ നമ്മൾ വളരെ ശക്തിമത്താവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വിൽ മാനിഫെസ്റ്റ് പ്രൊഫൗണ്ട് ചേഞ്ചസ്. അതിൽ അദ്ദേഹം ഉറപ്പു തരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ശാന്തമായ ഒരിടത്ത് കണ്ണടച്ചിരുന്ന് ഇത് പറയുവാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കൂടുതലായിരിക്കുമെന്നും നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിക്കുമെന്നും നമ്മൾ പുതിയ ആളായി മാറുമെന്നും സ്വയം വിൽ പവർ കൂട്ടിയിട്ട് നമ്മൾ മറ്റൊരാളായി മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും നമ്മുടെ നേരെ കുറെ ആയി. ജൂലിയൻ പറഞ്ഞു, അയ്യോ നേരെ ഒരുപാടായി, ഞാൻ പോട്ടെ, എനിക്ക് നേരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജോണിന് ക്ഷമയില്ല. പറയേണ്ടത് അത് മാത്രം സർ, പാടൻ എന്താണ് കേൾക്കാണ്ടോന്ന് അറിയില്ല. 30 തവണ എന്താ പറയേണ്ടത്? അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഐ ആം മോർ ദാൻ ഐ അപ്പിയർ ടു ബി. പുറമേ കാണുന്നതിലും ഉപരിയാണ് ഞാൻ. ഈ കാണുന്നത് ഒന്നുമല്ല ഞാൻ, അതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. Then all the world's strength and power rest inside me. ലോകത്തിന്റെ എല്ലാ ശക്തിയും കഴിവും എന്റെ ഉള്ളിൽ വിശ്രമിക്കുന്നു. ഓക്കെ സർ? ഓക്കെ, താങ്ക് യു. ഇത് ശാന്തമായിരുന്ന് നമ്മൾ കുറച്ചു നേരം ശാന്തമായിരുന്ന് കണ്ണടച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വലിയൊരു പവർ കിട്ടുമെന്നാണ് ജൂലിയൻ മാൻഡിൽ പറയുന്നത്. അപ്പോഴേക്കും നേരായി, രാത്രിയായി. അങ്ങനെ ജൂലിയൻ മാൻഡിൽ പറഞ്ഞു, ഇന്ന് ഞാൻ പോവാണ്, അടുത്ത ദിവസം വരാം. പക്ഷെ ജോണിന് ക്ഷമയില്ല, എനിക്ക് ഇനിയും ബാക്കിയും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞാണ്. സമയമില്ല പറഞ്ഞ അദ്ദേഹം പോവുകയാണ്. അപ്പൊ ജോൺ പറയുന്ന ഒരു വാക്കുണ്ട് അതില്, ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഡേ, ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്റെ ഇനി വരുന്ന ജീവിതത്തിലെ
ഫസ്റ്റ് ഡേ ആയിരിക്കണം ഇത്. ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം, ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് തീരുമാനിക്കാൻ കഴിയട്ടെ. അതാണ് നമുക്ക് ഇതിൽ വരുന്ന ഈ പുസ്തകം പറയുന്നതിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുള്ള വായനയിലുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. അതാണ് ജോൺ പറഞ്ഞു നിർത്തുന്നത്. അത്രയും വലിയ അറിവുകളാണല്ലോ. അടുത്തതായി നമ്മളിപ്പോ നേരത്തെ കണ്ടു, ഗാർഡൻ, ലൈറ്റ് ഹൗസ് ലക്ഷ്യമാണെന്ന് പറഞ്ഞു, തുടർച്ചയായി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. അതാണ് റെസ്ലർ അദ്ദേഹത്തിന്റെ പിങ്ക് വയർ കേബിളിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോ എന്ത് സംഭവിച്ചു? ഓ താങ്ക് യു സർ. അദ്ദേഹം അവിടുന്ന് നടന്നു വരുമ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ അറിയാതെ ശ്രദ്ധ കുറവ് കൊണ്ട് പരിഭ്രമിച്ചല്ലേ വരണേ. ടെൻഷനും പരിഭ്രമവും ആകുലതയും നിറഞ്ഞു കഴിഞ്ഞാൽ, ഭയം നിറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഫീലിങ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ അദ്ദേഹം ആ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ അദ്ദേഹം കണ്ടില്ല, അതില് തട്ടി വീണു. നമ്മൾ പറഞ്ഞൂലേ നേരത്തെ. എന്താണ് ഈ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് ഉദ്ദേശിക്കുന്നത്? അതാണ് സമയം, റെസ്പെക്ട് ടൈം. അതുവരെ അദ്ദേഹം സമയത്തെ വാല്യൂ കൊടുക്കാതെയാണ് ഇങ്ങനെ വന്നിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം അതിൽ തട്ടി വീണു. അപ്പോഴാണ് മനസ്സിലായത്, ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സമയം എന്ന് പറഞ്ഞത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സൺഡേയും നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യണം, എന്ത് ചെയ്യണം. ഈ ജൂലിയൻ മാൻഡിലിന് നമ്മൾ അവിടുന്ന് പോകുന്നല്ലോ, ജൂലിയൻ മാൻഡിൽ നമ്മൾ പറഞ്ഞില്ലേ ശിവാനയിൽ ചെന്നു. ശിവാനയിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു, ദിവ്യ എന്ന് പറഞ്ഞ ഒരു സന്യാസിനി. അതൊരു ഗോൾഡൻ മണൽ ഘടികാരാണ് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, ഹലോ പറഞ്ഞോളൂ. ഒരു മണൽ ഘടികാരാണ് ദിവ്യ എന്ന് പറഞ്ഞൊരു സന്യാസിന് കൊടുത്തു. എന്നിട്ട് പറയാണ്, എനിക്ക് ഇത്രേ പറയുള്ളൂ, വേറൊന്നും പറയാനില്ല. സമയം എന്ന് പറയുന്നത് മണലിങ്ങനെ കയ്യിൽ നിന്ന് പോണ പോലെ പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് സമയത്തെ അത്രയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് ജൂലിയനെ അവിടെ നിന്ന് അവര് സന്യാസിമാര് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. അത് നമ്മൾക്കും ബാധകമാണ്. നമ്മൾ എത്ര സമയം ആവശ്യമില്ലാതെ കളയുന്നു നമ്മൾ ആലോചിക്കണം. ഫാമിലിക്ക് ക്വാളിറ്റി സമയം കൊടുക്കാനും വായിക്കാനും നമ്മളുടെ ഉയർച്ചയ്ക്കും നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നു എന്ന് നോക്കണം. ഇദ്ദേഹം പറയുന്നത്, നമ്മൾ 20% സമയമാണ് ഇത്രയും നമ്മുടെ 80% പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ നമ്മൾ വെറുതെ കളയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 10 വർഷം മുൻപ് ഈ സമയത്ത് നമ്മൾ ചെയ്തിരുന്ന, അന്നൊക്കെ പരദൂഷണം പറച്ചിലും എന്തെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയുക, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ച സമയം, TV കണ്ടു കളഞ്ഞ സമയം, വെറുതെ വേസ്റ്റ് ആക്കി പോയ സമയം, ആ സമയമൊക്കെ ഇപ്പൊ 10 വർഷത്തിന് ശേഷം ആലോചിക്കുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആണോ? ഒരിക്കലും അല്ല, അല്ലെ? എന്നാൽ 10 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു കോഴ്സ്, നമ്മൾ വായിച്ചൊരു പുസ്തകം, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്. പോസിറ്റീവായി നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തോ, അന്ന് ചെയ്ത എക്സർസൈസ്, യോഗ, ഇതെല്ലാം നമുക്ക് ഇന്നും യൂസ്ഫുൾ ആണ്. നേരെ മറിച്ച് നമ്മളെ വേസ്റ്റ് ആക്കി കളഞ്ഞ സമയം 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കഷ്ടമായി പോയി എന്ന് തോന്നും. അതിപ്പോ നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും 10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്തിന് വേണ്ടി ഖേദിക്കേണ്ടി വരും എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് വേണം? സമയം ആരെയും കവർന്നെടുക്കാൻ സമ്മതിക്കരുത്. സ്വന്തമായിട്ട് നമ്മൾ സമയത്തിന് വാല്യൂ കൊടുക്കുക, റെസ്പെക്ട് കൊടുക്കുക. മോർ ദാൻ ദാറ്റ് എന്ത് ചെയ്യണം? സമയമോഷ്ടാക്കളെ നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ സമയമോഷ്ടാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഓഫീസിലൊക്കെ നമുക്ക് ഇത്ര വർക്ക് ഉണ്ട് പറഞ്ഞാലും ചിലപ്പോൾ ഫ്രണ്ട്സ് വന്ന് പറയും, അത് സാരമില്ല, എന്ന് പിന്നെ ചെയ്യാം, നമുക്ക് ഒരു ചായ കുടിക്കാം. അവിടെ പോയിട്ട് നമ്മൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ പോകുന്നത് അറിയില്ല. അപ്പൊ നമ്മുടെ സമയത്തെ ആരെയും മോഷ്ടാവാക്കാൻ സമ്മതിക്കരുത്. അരുതെന്ന് പറയാൻ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ് സമയം. ജീവിതം ആസ്വദിക്കാനും നന്മ നിലനിർത്താനും എല്ലാറ്റിനും നമ്മൾ സമയം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് സമയം കളയാതിരിക്കുക. ഇപ്പോഴാണ് റീൽസ് എന്ന ബുക്കിൽ ഇല്ല കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, ഞാനടക്കം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോ സമയത്തെ റെസ്പെക്ട് യുവർ ടൈം പ്ലീസ്. അതാണ് ഈ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് നമ്മളെ അറിയിക്കുന്നത്. ആ ഗോൾഡൻ സ്റ്റോപ്പ് വാച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടത്? നമ്മള് ഈ സുമോ റെസ്ലർ നടന്നു പോണതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇത് തട്ടി വീണപ്പോ നമ്മൾ വിചാരിച്ചു മരിച്ചു പോയിന്നല്ലേ. ആള് മരിച്ചു എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ നോക്കണം. അയ്യോ പാവം മരിച്ചല്ലോ കൃഷ്ണ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ആള് ഒരു സുഗന്ധം വന്നപ്പോ അദ്ദേഹം നീച്ചു. എന്താ കാരണം? ആ യെല്ലോ റോസ് ഫ്ലവറിന്റെ സുഗന്ധം അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കാൻ എന്താണ് കാരണം? ആ റോസ് ഫ്ലവർ സെൽഫ്ലെസ്ലി സെർവിങ് ആയിരുന്നു. ഒരു സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമാണ് ഈ യെല്ലോ റോസ് ഫ്ലവർ. നമ്മൾ നിസ്വാർത്ഥമായിട്ട് ആളുകളെ സ്നേഹിക്കണം എന്നാ പറയുന്നത്. ഒരു പനിനീർ പൂവ് നീട്ടുന്ന കൈകളിൽ, ഒരു ചൈനീസ് പഴമൊഴിയാണ്, ഒരു പനിനീർ പൂ നീട്ടുന്ന കൈകളിൽ അതിന്റെ സുഗന്ധം പരക്കും.
അല്ലെ? അതേപോലെ നമ്മൾ ആർക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നോ അതിന്റെ ഗുണം നമുക്ക് തന്നെ കിട്ടുന്ന പറയണേ, തിരിച്ച് നമുക്ക് തന്നെ ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഗുണം നമുക്കും കൂടിയാണ് കിട്ടുക, നമ്മുടെ ജീവിതം കൂടി മെച്ചപ്പെടും. കാരുണ്യത്തോട് കൂടിയിട്ട് അങ്ങനെ സേവനം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാം, മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനുമായിട്ട്. നമ്മള് ഇതില് രാമാചാര്യൻ തന്നെ ജൂലിയനോട് പറയുന്നുണ്ട്, നമ്മൾ മരിക്കുമ്പോ മറ്റുള്ളവർ കരയുകയും നമ്മള് ആഹ്ലാദത്തോടെ മരിക്കുകയും ചെയ്യാൻ കഴിയണം, അങ്ങനെ ജീവിക്കണമെന്ന്. മനസ്സിലായോ? നമ്മൾ മരിക്കുമ്പോ നമ്മൾ വളരെയധികം ആഹ്ലാദത്തോടെ മരിക്കണം, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. നമ്മളെ കണ്ട് മറ്റുള്ളവർ എല്ലാവരും ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കരയണം, അങ്ങനെ നമ്മൾ ജീവിക്കണം അത്രേ. അത് നമ്മൾ ജീവിക്കുമ്പോൾ ആലോചിക്കണം, നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മളിപ്പോ അത് ഞാൻ പറയാച്ചാ ഇദ്ദേഹം പറയുന്നുണ്ട്, പ്രശംസിക്കുക, ഒരാളെ പ്രശംസിക്കുന്നതായാലും സ്നേഹിക്കുന്നതായാലും കരുണ കാണിക്കുന്നതായാലും സത്കർമ്മങ്ങളായാലും പിന്നെ മറ്റുള്ള നമ്മളെ ബന്ധങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ എന്താ ചെറിയ കാര്യങ്ങളായാലും നമ്മൾ അതില് ആ കാര്യങ്ങളൊക്കെ നിസ്വാർത്ഥ സേവനങ്ങളാണ്. മറ്റുള്ളവരെ അൺകണ്ടീഷണലായി സ്നേഹിച്ച് നമ്മുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചതുപോലെ അൺകണ്ടീഷണലായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാ തെറ്റുകളും പുറത്ത് എല്ലാവരെയും അങ്ങോട്ടും സെർവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ ഫ്രാഗ്രൻസ് കൊടുത്ത യെല്ലോ റോസ് ഫ്ലവർ പോലെ നമ്മൾ എങ്ങനെയാണോ ഈ മഞ്ഞ റോസാപ്പൂവ് നമ്മുടെ സുമോ ഗുസ്തിക്കാരനെ ഉണർത്തിയത്, അതേപോലെ നമുക്ക് നമ്മുടെ ലോകത്തിന് ചുറ്റുമുള്ളവരെ ഉണർത്താൻ കഴിയണം എന്നാണ് അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തരുന്ന പാഠം. അങ്ങനെ നമ്മൾ സുമോ ഗുസ്തിക്കാരനെ കണ്ടു. അതിനുശേഷം ഇദ്ദേഹം എങ്ങോട്ട് പോയി? അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു ജ്ഞാനം വന്നു, അല്ലെ? ഒരു ഇന്നർ ഒരു ബോധം വന്ന പോലെ വന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു വഴിയിൽ നോക്കി, ആ വഴിയില് നിറയെ ഡയമണ്ട്സ് വിരിച്ചിട്ടുള്ള ഒരു വഴിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താ ഉദ്ദേശിക്കുന്നേ? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, പാത്ത് ഓഫ് ഡയമണ്ട്സ്, എംബ്രേസ് ദ പ്രസന്റ് എന്നാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നിൽ ജീവിക്കുക. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞതാണ്. ഇനി വരാൻ പോകുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കണമെങ്കിൽ കൂടിയും വരാൻ പോകുന്ന കാര്യങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് നമ്മൾ ആസ്വദിച്ചു പോവുക. എന്നാലേ നമുക്ക് നാളെ നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു പോയ കാലത്ത് നമുക്കിനി ഒന്നും ചെയ്യാനില്ല, അതിനെപ്പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ വരാൻ പോകുന്ന കാലം ഭാവനയിൽ മാത്രമാണുള്ളത്. ഇന്ന് നമ്മൾ ആസ്വദിക്കുക, ഇന്ന് എന്താണോ അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, സന്തോഷിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു മഴ പെയ്യുന്നുണ്ട്, നമ്മൾ അത് നോക്കിയിരുന്നു നോക്കൂ, എന്ത് രസാറിയോ. നമ്മൾ വിചാരിക്കുന്നത് ഹാപ്പിനെസ് ഈസ് എ ജേർണി എന്നാണ് അദ്ദേഹം പറയുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു യാത്രയാണ്. സർ കണ്ടിന്യൂ ചെയ്തോ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഹാപ്പിനെസ് ഇസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, സാധാരണഗതിയിൽ നമുക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് കരുതുക, നമുക്ക് അവിടെ പോയി എത്തിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുവരെയുള്ള യാത്രയിൽ എന്തൊക്കെ കാണാണ്ട്, ആ ട്രെയിനിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ബഹു രസമാണ് ഓരോ സെക്കൻഡ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ, തിരുവനന്തപുരത്ത് എത്തട്ടെ എന്ന് വിചാരിക്കും. അവിടെ എത്തിയ കാര്യം കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇവിടെ എത്തട്ടെ വിചാരിക്കും. സിമ്പിൾ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള യാത്രയിലും. നമ്മുടെ ഈ യാത്ര ആവോളം ആസ്വദിക്കുക. മഴയായാലും ജീവികളെ ആയാലും പൂക്കളായാലും എല്ലാറ്റിനെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ചുറ്റുമുള്ളതിനെ ആസ്വദിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ബാല്യത്തിൽ എങ്ങനെയാണോ ആസ്വദിക്കുക അതുപോലെ ജീവിക്കണം എന്നാ പറയണേ. ശ്രദ്ധയോട് കൂടിയിട്ട് ആസ്വദിച്ച് ജീവിക്കുകയാണെങ്കിലാണ് നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആവുള്ളൂ. നമുക്ക് സന്തോഷമായിരിക്കണല്ലോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, റേഡിയന്റ് ഹെൽത്ത്, ഇന്നർ എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ്, അതുപോലെ ഇന്നർ ഫുൾഫിൽമെന്റ്, ഉള്ളിലൊരു സംതൃപ്തി. അത് വരണമെങ്കിൽ നമ്മൾ ആസ്വദിച്ച് തന്നെ ജീവിക്കണം. വഴിയിൽ നീളെയുള്ള ഈ രത്നങ്ങൾ ഉണ്ടല്ലോ, അതിനെ കണ്ട് നോക്കി ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ ജീവിതം നമുക്ക് ചോദിക്കുന്നത് എന്തും തന്നു എന്ന് വരില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ ജീവിതം തരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, നമ്മൾ കണ്ണടച്ച് കൂട്ടിയിട്ട് സന്തോഷം എവിടെയാന്ന് തപ്പി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേട്ടത്തിന് വേണ്ടി നമ്മൾ സന്തോഷം മാറ്റിവെക്കരുത്. സന്തോഷത്തോട് കൂടിയിട്ട് നേട്ടത്തിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ദിവസവും ഇന്നാണ് അവസാന ദിവസം. ഇന്ന് നമ്മളെ ദിവസം കഴിയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും അതുപോലെ ജീവിക്കുക. കൂടുതൽ അറിഞ്ഞ് ചിരിക്കുക. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പ ചെയ്യുക, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ
അത് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഇന്നിൽ ജീവിച്ച് നമുക്ക് ഡയമണ്ട്സിന്റെ പാത്തിൽ കൂടെ പോകാൻ പറ്റും. അപ്പോ നമ്മൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. ഗാർഡൻ, ഒരു ഗാർഡനിലൂടെ നമ്മൾ പോയി. നല്ല മനോഹരമായ ഗാർഡൻ ആയിരുന്നു. ആ ഗാർഡൻ നമ്മുടെ മനസ്സാണ്. മനസ്സിനെ ചവറ്റുകുട്ടയാക്കാതിരിക്കുക. ഇന്ന് മുതൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അതിലേക്ക് കൊണ്ടുവരിക. നമ്മൾ മനസ്സിന്റെ കാവൽക്കാരായി മാറും. കാവല് നിന്ന് 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 മൈൻഡ്ഫുള്ളായി കാവൽ നിന്ന് ആവശ്യമില്ലാത്തതൊന്നും ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. പിന്നെ നമ്മൾ കണ്ടത് ലൈറ്റ് ഹൗസ് ആണ്. അത് നമ്മുടെ ലക്ഷ്യമാണ്. ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക. ലക്ഷ്യം എഴുതി വെക്കുക, ചിത്രങ്ങളാക്കി വെക്കുക. ആ ലക്ഷ്യം കണ്ടുകൊണ്ടിരുന്നാൽ എന്ത് ചുഴിയിൽ പെട്ടാലും നമ്മൾ അവിടെ പെട്ടുപോയില്ല. നേരെ നമ്മൾ ലക്ഷ്യത്തിലെത്തും. പിന്നെ നമ്മളൊരു സുമോ റെസ്ലറെ കണ്ടു. അത് നമ്മളെ അറിയിക്കുന്നത് നിരന്തരമായി സ്വയം മെച്ചപ്പെടുത്താനാണ്. കെയ്സൺ എന്ന് പറഞ്ഞു. നിരന്തരമായി മെച്ചപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഡെയിലി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഡെയിലി വായിക്കുക, കുറച്ചു നേരം ഏകാന്തതയിൽ ഇരിക്കുക, നമ്മൾ മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം ഒക്കെ ചെയ്യുക, നല്ല സസ്യ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിരന്തരം, ഒരു ദിവസമല്ല 2 ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരേ സമയം 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഉള്ളിലെ വിജയത്തിന് വേണ്ടി, പുറത്തുള്ള വിജയമല്ല കാര്യം, നമ്മുടെ ഉള്ളിലെ വിജയത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ അതാണ് സുമോ റെസ്ലറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സുമോ റെസ്ലർ വെച്ചിട്ടുള്ള ഒരു കമ്പിച്ചുരുൾ നാടയാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, നേക്കഡ് ആയിരുന്നത് കൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിൽ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ ആയിട്ട്, നല്ല എന്താ പറയാ, ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുക നമ്മൾ. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ നമ്മളെ തന്നെ സ്ട്രോങ് ആയിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കമ്പിച്ചുരുൾനാട വെച്ചിട്ടുള്ള ഈ സുമോ റെസ്ലർ നെക്സ്റ്റ് ഒരു ഗോൾഡ് വാച്ചിൽ തട്ടി വീഴുകയാണ്. അതിന്റെ അർത്ഥം സമയം നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ സമയം നമ്മളെ കൊണ്ടുപോകും, നമ്മളെ തട്ടിയിടും. അപ്പൊ നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല. മണൽത്തരി പോണ പോലെ സമയം പോവും. അതുകൊണ്ട് ഇന്ന് തൊട്ട് അനാവശ്യമായിട്ട് സമയം ചെലവാക്കാതിരിക്കുക. എന്തിനു ചെലവാക്കുന്നുണ്ടോ അതെനിക്ക് യൂസ്ഫുൾ ആണോ, ഉപകാരമാണോ, ഹെൽത്തി ആണോ, പോസിറ്റീവ് ആണോ? പലപ്പോഴും ഈ റീൽസ് ഒക്കെ സങ്കടമൊക്കെ കണ്ട് വാർത്ത കണ്ടിട്ടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. കേറിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വിടാതെ അതിനൊക്കെ തടയാം. അടുത്തതായിട്ട് നമ്മൾ എവിടെ വീണു പോകുമ്പോഴും, ആര് വീണു പോകുമ്പോഴും സ്വാർത്ഥതയില്ലാത്ത സേവനം ചെയ്യുന്ന ഒരു മഞ്ഞ റോസാപ്പൂ ആവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് യെല്ലോ റോസ് ഫ്ലവറിന്റെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്നിൽ ജീവിക്കുക. ഇന്ന് എന്താണോ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഇന്നിനെ ആശ്ലേഷിച്ച്, ഇന്നിനെ സന്തോഷിച്ച്, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാറ്റിനെയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഇന്നിൽ ജീവിക്കുക. ഇതാണ് 7 ടൈംലെസ് വെർച്യു ഓഫ് എൻലൈറ്റ്മെന്റ് ലിവിങ്. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജൂലിയൻ മാൻറ്റിൽ എന്ന ആ അഡ്വക്കേറ്റ്, നമ്മൾ കഥയുടെ തുടക്കത്തിൽ ആ കോടതിയിൽ വീണ് കിടന്ന 50 വയസ്സിലും 90 വയസ്സ് തോന്നിച്ചിരുന്ന ആ വക്കീല് ഇന്ന് 25 വയസ്സിന്റെ ആ ചുറുചുറുക്കോടെ വൈബ്രന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ വക്കീല്, ഇതാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷന്റെ കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോവുകയാണ്. നമ്മളും ഈ 7 വെർച്യൂസ് അത് മാസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാറ്റം വരുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇത്രയും നല്ല ചാൻസ് തന്ന പോസിറ്റീവ് കമ്മ്യൂണിനും എന്റെ ഗുരുക്കന്മാരടക്കം വലിയ വലിയ ആളുകളുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്തത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരുടെയും ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിന് ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് കാർത്തിക മാം. വളരെയധികം സന്തോഷം. ഒരു ഗംഭീരമായിട്ടുള്ള ബുക്ക്, അത് വളരെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തത്, നമ്മുടെ മനസ്സ് ഇങ്ങനെ അരിപ്പ പോലെ അരിച്ച് അത് പ്യൂരിഫൈ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഐ ആം മോർ ദാൻ വാട്ട് ഐ അപ്പിയർ ടു ബി. നാം വിചാരിക്കുന്നതൊന്നുമല്ല ഞാൻ. ആ ഒരു ചിന്ത പലപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് കാണും. അപ്പോൾ അത് മാറ്റുക എന്നുള്ള ഒരു വലിയ ചിന്ത എപ്പോഴും. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാൻ വേണ്ടി ഉപയോഗിച്ച ആ വാക്കുകൾ. പിന്നെ പനിനീർപ്പൂവ് അത് നീട്ടുന്ന കൈകൾക്കും സുഗന്ധം പകരും എന്നുള്ളത്. അപ്പോൾ നന്മ ചെയ്യുക, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മളുടെ ജീവിതത്തെ തന്നെ
സുഗന്ധപൂരിതമാക്കും എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള ആ വാക്കുകൾ. അവസാനമായിട്ട് നേട്ടത്തിന് വേണ്ടി സന്തോഷം മാറ്റിവെക്കരുത്, സന്തോഷത്തോടെ നേട്ടത്തിലേക്ക് സഞ്ചരിക്കുക. ഹാപ്പിനെസ് ഈസ് എ ജേണി നോട്ട് എ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമുക്ക് നമ്മുടെ സെഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കൊട്ടേഷൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നൽകിയിട്ടുണ്ട്. മെയിൻ പോയിൻറ്റ്സിന് കൂടാതെ കിട്ടിയ ബോണസ് പോയിൻറ്റ്സ് ആയിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരുപാട് പോയിൻറ്റ്സ് നാം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.